അറിയാതെ മുത്തച്ചേച്ചിനെ കാണാൻ പോയാലോ? സമ്മതം. പാവം ലച്ചമ്മ. ഫോണിലാണ്. എന്നെയൊന്നും കാണൂല. ഞാനേ മെല്ലെ പോയി നോക്കട്ടെ. നമുക്ക് രണ്ടാൾക്കും പോവാം. ലച്ചമ്മ കണ്ടിട്ടില്ല. പാവം ലച്ചമ്മനെ പറ്റിച്ചേ. നമുക്ക് മെല്ലെ പോവാം. ശബ്ദം ഉണ്ടാക്കല്ലേ? ഈ കൊച്ചിനിപ്പ എങ്ങോട്ടാ പോയേ? കൊച്ചിന് എവിടെയാ പോയത്? കൊച്ചമ്മ എത്ര നേരമായി മുറ്റം തൂക്കണോ? കഴിഞ്ഞു തരുമേ, ഇനി കുറച്ചുകൂടി ഉള്ളൂ. അങ്ങോട്ട് നടുവഴിച്ചങ്ങോട്ട് കുമ്പിട്ടങ്ങോട്ട് അടിച്ചു വാരടി. മുറ്റത്തിന് വേദനിക്കും ഇങ്ങനെ മെല്ലെ അടിച്ചു വാരിയാല്. നല്ലപോലെ അമർത്തി അങ്ങോട്ട് അടിച്ചു വാരടി. ആ പുല്ലൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്തോളെ ചെറിയമ്മേ. എന്ത് പറഞ്ഞാലും പറയും ഞാൻ ചെയ്തോളെ ചെറിയമ്മേന്ന്. എന്നിട്ടോ ഒരു ജോലി നേരം ചെയ്യാൻ അറിയാം അവൾക്ക്. ഒക്കത്തിന് എന്റെ കണ്ണെത്തണം. ഇനി എന്താണ് അവിടെ നോക്കി നിൽക്കണേ? വേഗം ചെയ്യണേ. ജോലിക്കാരിയാണെങ്കിൽ ഒരു ജോലിക്കാരി പറ്റില്ലെങ്കിൽ വേറെ ജോലിക്കാരനെ വെക്കാമായിരുന്നു. ഇതിപ്പോ അതിന് പറ്റാത്ത അവസ്ഥയല്ലേ? ഇതിപ്പോ ഇവളോട് ജോലി ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ് എന്റെ നാക്ക് കുഴഞ്ഞു. കഴിഞ്ഞു തരുമേ, ഞാനിപ്പോ വരാം. വേഗം അടിച്ചു വാരിട്ട് വാ. എന്നിട്ട് വേണം ആ മുകളിലൊക്കെ അടിച്ചു വാരി തുടക്കാനുണ്ട്. ഡുണ്ടുമോൾക്കൊക്കെ വന്നാലേ മുകളിലത്തെ മുറി തന്നെ വേണ്ടി വരും. അവിടേക്ക് ആകെ പൊടി പിടിച്ച് കിടക്കാണ്. കഴിഞ്ഞു തരുമ്മ, ഇത് കുറച്ച് മാങ്ങൂടിയുള്ളൂ. വൃത്തിക്ക് ചെയ്തിട്ട് വാ. വൃത്തിയില്ലാതെ ചെയ്യണ്ട. ഞാനേ വൃത്തിക്കന്നെ ചെയ്തോളാം. നിന്റെ വൃത്തിക്ക് എനിക്കറിയാം. ചെറുമി, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. എനിക്ക് വല്ലാത്ത ദാഹം. അതെന്താണ് നിനക്ക് ഇങ്ങനെ ദാഹിക്കാനായിട്ട്? നീ ബിരിയാണി കഴിച്ചോ? ഇല്ല ചെറിയമ്മേ. എന്നാലേ ആ മുറ്റം മുഴുവൻ തൂത്തു വാര്. എന്നിട്ട് വെള്ളം കുടിച്ചാ മതി. കേട്ടല്ലോ? കേട്ടു. അല്ലെങ്കിൽ തന്നെ നേരെ വേണം ജോലി ചെയ്യില്ല. പിന്നെ ജോലിക്കാർക്ക് അവൾക്ക് വെള്ളം കുടിക്കണം പോലും. ഒരു വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞിട്ട് അതിനും പോകും അരമണിക്കൂർ. പിന്നെ എവിടെയാണ് ഈ സമയം? ഞാൻ അടിച്ചു വാരിട്ട് കുടിച്ചോളാം. എന്നാൽ അതാണ് നല്ലത്. വേഗം അടിച്ചു വരാൻ നോക്ക്. ഇനിയിപ്പോ എന്നാണാവോ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുക? പാവം മുത്തച്ഛനും അച്ഛനും ഒന്നും അറിയില്ല ഞാൻ സ്കൂളിൽ പോവാത്തത്. അവരോട് പറഞ്ഞു പോയാ എനിക്കായിരിക്കും അടി കിട്ടുക. മുത്തച്ചേച്ചി, കല്ലു, മുത്തച്ചേച്ചിനെ കാണാനേ കല്ലു വന്നതാ. കല്ലു, കല്ലു എന്തെങ്കിലും കഴിച്ചോ? പിന്നെ ഞാനേ ബിസ്ക്കറ്റും പാലും ഒക്കെ കഴിച്ചു. എന്നാലേ കല്ലു അവിടെ നിൽക്കേ, ഞാനേ മുറ്റം ഒന്ന് വൃത്തിയാക്കട്ടെ. അല്ലെങ്കിലേ ചെറിയമ്മ വഴക്ക് പറയും. മുത്തച്ചേച്ചിയുടെ ചെറിയമ്മ ചീത്ത. അയ്യോ മോളെ, ചെറിയമ്മ കേൾക്കണ്ട അങ്ങനെയൊന്നും പറയുന്നത്. കല്ലു ഇനിയും പറയും ചെറിയമ്മ ചീത്താന്ന്.
കല്ലു വേണ്ടട്ടോ. മുത്തു ചേച്ചിക്ക് ചെറിയമ്മനി നമ്മക്ക് ഇപ്പത്തെ ചോറ് കൊടുത്തിട്ട് വിളിച്ചിട്ട് കടിച്ചു കൊടുക്കണം. കല്ലു വേണ്ട വേണ്ട. മീന് മുത്തു ചേച്ചി ചെറിയമ്മ ചീത്തല്ലേ. കല്ലു അങ്ങനെയൊന്നും പറയില്ലേ. ആഹാ വേഗം മുറ്റടിച്ചാരാൻ പറഞ്ഞിട്ട് കൊച്ചമ്മ ഇവിടെ നല്ല ചിരിയും കളിയാണല്ലോ. ചെറിയമ്മ ചീത്ത. ചെറിയമ്മ ചീത്തയാണെന്ന് പറഞ്ഞു കൊടുക്കായിരുന്നോ കല്ലു? അല്ല ചെറിയമ്മേ, അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ കല്ലു? കണ്ടോ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ പറയാ. അവള് പറയട്ടെ മുത്തേ. അതെ ചെറിയമ്മേ, അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ ചെറിയമ്മ ചീത്ത. കല്ലു നീ അതിന്റെ പേരിലേ അവിടെ നിന്ന് വിഷമിക്കണ്ടടി. ഇനി ആ പേരും പറഞ്ഞിട്ടേ ഒരു ബക്കറ്റ് കണ്ണീര് അവിടെ ഒഴുക്കണ്ട നീ. ചീത്ത ചെറിയമ്മ. മമ്മി ആഹാ മോളൊന്ന് നേരത്തെ വന്നോ? ആ മമ്മി ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞോ? മമ്മി ഇവളുടെ മോന്ത എന്താ മമ്മി ഇഞ്ചി നിന്ന കുരങ്ങന്റെ പോലെ? അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ മോള്. അത് ഇനിയിപ്പോ നമ്മൾ നേരാക്കിയ നേരാവോ? മണിമോളെ ഇന്ന് ഹോംവർക്ക് വല്ലതും തന്നിട്ടുണ്ടോ സ്കൂളിൽ നിന്നും? മുത്തേ നീ ആദ്യം പറഞ്ഞ ജോലി ചെയ്യേ, എന്നിട്ട് നോക്കാം നമുക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതെ അതെ, അല്ലെങ്കിൽ ഇപ്പൊ നീ അങ്ങോട്ട് പഠിച്ച് കളക്ടർ ആവാൻ പോകല്ലേ. അതല്ല മുത്തേ, ഞാനേ ഹോംവർക്ക് ചെയ്യാതെ പോയാലേ ഇനി സ്കൂളിൽ പോകുമ്പോഴേ ടീച്ചറെ കയ്യിൽ നിന്ന് അടി കിട്ടൂലേ. അതൊന്നും സാരില്ല മുത്തേ, ഒരടിയല്ലേ, അതൊന്നും കുഴപ്പമില്ല, കൊണ്ടോട്ടോ. മമ്മി ഇവളെന്താ വെറുതെ ചൂലും പിടിച്ചിട്ട് നിൽക്കുന്നത്? ചിലപ്പോഴേ ആ കല്ലുവിന്റെ കൂടെ കളിക്കായിരിക്കും. ചെറിയമ്മ. കല്ലു നീ വീട്ടിൽ പോയിക്കോ. കല്ലു ഇങ്ങോട്ട് വന്നേ. കല്ലു നീ വീട്ടിൽ പോയിക്കോ, പാർക്കുഞ്ഞമ്മ വന്നിട്ടുണ്ടാവും. ചീത്ത മണിമോളെ. എന്താണ് നിനക്ക് ആ കൊച്ചിനെ പറഞ്ഞേക്കാൻ ഇത്ര ധൃതി? മമ്മി കാട്ടിൽ കണ്ടെത്തുന്നു അവളുടെ അനിയത്തി കല്ലു ആണെന്ന്. മുത്തേ നീയേ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മുകളിലൊക്കെ പോയി തുടച്ചേ. കല്ലുവിനെ ഞാൻ നോക്കിക്കൊണ്ട്. കല്ലു ഞാനേ മുകളിലേക്ക് തുടച്ചിട്ട് വരാട്ടോ. മുത്തച്ചേച്ചി പോയിക്കോ. വേഗം പോട്ടെ, എല്ലാവരും നല്ലവണ്ണം തട്ടിക്കൊട്ടി അടിച്ചു വരെ, എന്നിട്ട് തുടച്ചിട്ടാ മതി കേട്ടല്ലോ. ശരി ചെറിയമ്മേ. ആ ചൂല് കൊണ്ടുപോയി എടുത്തു വെക്കാദ്യം. നോക്കി നിൽക്കാതെ വേഗം പോമുത്തേ. ഇന്നെന്താ ഇത്രക്ക് നല്ല സ്വഭാവം? നോക്കി നിൽക്കാതെ വേഗം പോമോളെ. മമ്മി അവളോട് മെല്ലെ നിൽക്കാ. കല്ലു പോണില്ലല്ലോ. മോളെ നീ പോയിക്കോ, കല്ലുവിനെ ഞാൻ നോക്കിക്കോളാ. കല്ലു ഒന്നിങ്ങ് വന്നേ. മമ്മി എന്തിനാ മമ്മി ആ വൃത്തികെട്ട പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കുന്നേ? നീ മിണ്ടാതിരിക്കുമ്പോളോ, അവള് നമ്മളെ അടുത്ത വീട്ടിലെ കുട്ടിയല്ലേ. ചെറിയമ്മ ചീത്ത. എന്നാലേ കല്ല് ഇങ്ങോട്ട് അടുത്ത് വാ, അപ്പോഴേ ഈ ചെറിയമ്മ നന്നായിക്കോളാ. നല്ല കുട്ടിയാവോ? മമ്മിക്ക് എന്താ? നീ മിണ്ടാതിരിക്കും മണിമോളെ. ഞാൻ നല്ല കുട്ടിയായിക്കോളാന്ന്. കല്ല് ഇങ്ങോട്ട് വന്നേ. ഇനി മുത്തച്ഛനെ തല്ലോ? ഇല്ലില്ല, ഞാനേ മുത്തിനെ ഇനി ഉപദ്രവിക്കേയില്ല. എന്നാലേ കല്ല് വരാം. കല്ല് വരും. വാ കല്ലു. ഈ മമ്മിക്ക് എന്ത് പറ്റി, വട്ടായി പോയോ? അതൊക്കെ ഉണ്ടടി, നീ നോക്ക്. ആ ചിലപ്പോ മമ്മി എന്തെങ്കിലും ഐഡിയ കണ്ടു കാണും. മമ്മി നമുക്കിവിടെ കിണറ്റിലോട്ടിട്ടാലോ? എന്നിട്ട് വേണം ജയിലിൽ പോയി ഇനിയുള്ള കാലം ഉണ്ടതെന്ന് കാലം കഴിക്കാൻ. പിന്നെ എന്ത് മമ്മി മമ്മിയുടെ ഉദ്ദേശം? അതൊക്കെ ഉണ്ടടി, അവളെ ഇങ്ങോട്ട് അടുത്തേക്ക് വരട്ടെ. കല്ലു വരും. വാ കല്ലു. കല്ലു വന്നു. ആ മോളെ ഇങ്ങോട്ട് വരേ. എന്തിനാ ആന്റിനെ പേടിക്കുന്നേ? ചീത്ത ചെറിയമ്മ. ആ ചീത്ത ചെറിയമ്മ, നീ ഇങ്ങോട്ട് പോരേ. ഓ മമ്മി അവളുടെ വർത്തമാനം കേട്ടിട്ടേ എനിക്കങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ആസത്ത് പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കണേ? മണിമോളെ നീ മിണ്ടാതിരുന്നാ മതി. അല്ലെങ്കിൽ ഈ മമ്മിയുടെ ചെറിയ നേരത്തെ സ്വഭാവം കണ്ടാലേ ഒന്നും മനസ്സിലാവില്ല. പൊട്ടക്കണക്കിലിടേണ്ട പെണ്ണിനേക്ക്
വെച്ചിട്ട് എന്തിനാണ് അവ ഇങ്ങനെ സ്വീകരിക്കണേ?